ശരീരം പറയുന്നതിന് എതിര് ചെയ്യണം. ശരീരം പറയുന്നതിന് എതിര് ചെയ്യണം. ഇപ്പൊ ഞങ്ങളൊരു ക്ലാസ് നടത്തി 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ പ്രേമം പൊട്ടിക്കാനുള്ള ക്ലാസ്. വേറൊന്നും നടത്തില്ല, പ്രേമം പൊട്ടിക്കുക, അത് തന്നെ ക്ലാസ്. പ്രേമം പൊട്ടിച്ചു കൊടുക്കുക, പ്രേമത്തിൽ നിന്ന് ഒഴിവാക്കുക. അതിലൊരു സഹോദരി കൂട്ടുകാരികളോട് പറഞ്ഞത്രേ, 7 വർഷം കൊണ്ടുള്ള പ്രണയമാണ്, താജ്മഹൽ പോലെ കൽബിൽ. ആ മെസ്സേജ് ഒക്കെ അയച്ചു തന്നു, ആ പറഞ്ഞതും ആ ഫോട്ടോസുകളും ഒക്കെ അയച്ചു തന്നു. താജ്മഹൽ പോലെ സുന്ദരമാണ് നമ്മുടെ പ്രണയം. അതിന് ഏത് ഉസ്താദ് ക്ലാസ്സിന് ആരെ കൊണ്ടുവന്നാലും, മലബാറിൽ നിന്ന് കൊണ്ടുവന്നാലും കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നാലും അത് പൊട്ടിക്കാൻ ഇച്ചിരി പുളിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് വന്നിരുന്ന പെണ്ണിന്റെ പ്രേമമാണ് ആദ്യം പൊട്ടിയത്. എന്തുകൊണ്ടെന്നറിയോ? അതിനകത്തൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. എന്താണുള്ളത് നിങ്ങൾ ആലോചിക്കുക, എന്താണുള്ളത്? സാധാരണ ഈ ഉമ്മമാര് പറയില്ലേ, എല്ലാ ആണിനും എല്ലാ പെണ്ണിനും ഉള്ളത് തന്നെയാണ് അവർക്കുള്ളതെന്ന് പറയില്ലേ. അങ്ങനെ പച്ചക്ക് പറയാൻ, കുറച്ച് വിശദീകരിച്ച് പറയാനൊക്കെ എനിക്കറിയാം. പക്ഷേ പള്ളിയുടെ മുറ്റമല്ലേ, അതിനകത്ത് എന്താണ് ഉള്ളത്? പ്രേമത്തിനകത്ത് എന്താ ഉള്ളത്? ആലോചിക്കുന്ന കല്യാണം പോക്ക് തന്നെ, പ്രേമിക്കുന്ന കല്യാണം പോക്ക് തന്നെ. ഏത് കാലഘട്ടത്തിൽ? ഈ കാലഘട്ടത്തിൽ. ഇപ്പൊ ആണും പെണ്ണും കിട്ടുന്നത്. മുബാറക്ക് നാളെ ലൈവിന് പോയപ്പോൾ എന്നെ പറഞ്ഞു, ഉസ്താദെ ഞാൻ ക്യാമറ കൊണ്ട് ഇറങ്ങിയത് മുതൽ ഒരു തെന്റെ പുറകെ നടക്കുന്നുണ്ട്. അത് സംഘാടകരാണെന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്താ, പിന്നെ അമ്മാരി പരിപാടിക്ക് നിൽക്കണ്ടല്ലോ. പറഞ്ഞു സംഘാടകരല്ല, വാതേക്കം വന്ന ആരോ ഒരാളാണ്. അപ്പൊ ഇതാ പ്രശ്നം. അപ്പൊ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുക, ഒരു കുരുക്കിലും വീഴാതിരിക്കുക. നമ്മൾ മരിക്കുമ്പോൾ ആരും വരൂല നമ്മുടെ കൂടെ. മരണത്തിന് തന്നെ ഇന്ന് ആൾ കുറവാണ്. മരിപ്പ് വീടുകളിൽ ആൾ കുറവാണ്. പണ്ടങ്ങനല്ല, എത്ര ആളാണ് മയ്യത്ത് കാണാൻ പറ്റും. ഇന്ന് മഹാന്മാര് മരണപ്പെട്ടാലാണ് ആള്. ബാക്കിയുള്ള വീട്ടിൽ മരണപ്പെടുന്നു, പൊതിയുന്നു, അടക്കുന്നു. ചിലർ വരുന്നു, ചിലർ വരുന്നില്ല. ചിലർ അടക്കി കഴിഞ്ഞ് വരുന്നു, ചിലർ 3-4 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഒന്നുമില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു അനുശോചനം അറിയിക്കുന്നു. പണ്ടങ്ങനല്ല. ആര് മരണപ്പെട്ടാലും അവിടെയൊക്കെ ഉന്തും തള്ളും തിരക്കുമാണ്, കാണാൻ പറ്റൂല. ഇന്ന് അങ്ങനൊന്നുമില്ല. ഒരു മയ്യത്തിനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ടാണ്? ആളുകളുടെ റൂട്ട് മാറിപ്പോയി. അതുകൊണ്ട് എല്ലാ ദുശ്ശീലങ്ങളും പൊളിച്ചിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരിക. മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉളുവെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടി വീട്ടിലെ ജോലിക്കാരിയായ പെൺകുട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ അത് ശരീരത്തിലേക്ക് തെറിച്ചു വീണപ്പോ മഹാനായ അലി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നിലത്ത് പാത്രം വീണു, വെള്ളം തെറിച്ച് ശരീരത്ത് വീണു. ബഹുമാനപ്പെട്ടവരാ പെൺകുട്ടിയോട് ദേഷ്യപ്പെട്ടപ്പോ അലി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നിങ്ങളുടെ ശരീരം ദേഷ്യപ്പെടാൻ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണേ, സ്വർഗം പോവും. നിങ്ങളുടെ ശരീരം ഇപ്പൊ ദേഷ്യപ്പെടാൻ പറയുന്നുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. മഹാനായ അലി ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടു. രാത്രി അള്ളാഹിനു വേണ്ടി പൊട്ടിക്കരഞ്ഞ് ഇബാദത്ത് ചെയ്തു. ശരിയല്ലേ? ശരിയല്ലേ? നമുക്ക് എന്തൊക്കെ തോന്നും? നമുക്ക് ഭാര്യത്തെല്ലാം തോന്നും. നമുക്ക് പള്ളിയിൽ വന്നാൽ പൊതുയോഗത്തിൽ ചൂടാവാൻ തോന്നും. എന്തുകൊണ്ട്? ഞാനാണ് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാം. നീ ആരാണ്? നീ ആരാണ്? കോടികൾ ബിസിനസ് നടത്തി ഒരു മലയാളിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത 11 വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടാക്കി, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. ആലോചിക്ക്, ബറക്കത്തും ബറക്കത്തില്ലായ്മയും എവിടെ എത്തി നിൽക്കുന്നു? ചിന്തിക്ക്. കഴിഞ്ഞ വർഷം ഓണത്തിന് കോടികൾ ലോട്ടറി അടിച്ച സഹോദരൻ ഇന്ന് ഹോട്ടലിൽ ബിരിയാണി ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിനോട് ഒരു മൊബൈലായിട്ട് ഒരാൾ ചെന്നപ്പോൾ പറഞ്ഞതാ, ആ പൈസ കൊണ്ടൊന്നും എനിക്ക് വലിയ ഗുണമുണ്ടായില്ല. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? താത്തമാര് പറഞ്ഞു, അവനിനി ഒന്നും വേണ്ട, അവൻ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടാനാണ്? പണത്തിനൊക്കെ കുറെ നിയമങ്ങളുണ്ട്, ദുനിയാവിൽ കുറെ സത്യങ്ങളുണ്ട്, ബറക്കത്തും റഹമത്തും എന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹുവേ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് നിന്റെ ശരീരം ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് നിനക്ക് സഞ്ചരിക്കാൻ കഴിയണം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറാ. ഓരോ ദിവസവും ശരീരത്തിന് 2 വഴിയാണ് വെട്ടിക്കൊടുക്കുന്നത്. ഒന്ന് ശാക്കിറാണ്, നന്ദി രേഖപ്പെടുത്താം, പള്ളിയിൽ പോകാം, കൂട്ടുകാരന്റെ കൂടെ നന്മ പറയാം, ഖുർആൻ ഓതാം, ഫസാദ് പറയാതെ ഈബത്ത് പറയാതെ സന്തോഷത്തോടെ ജീവിക്കാം. മറ്റൊന്ന് അടിച്ചു പൊളിക്കാം, കൂട്ടുകാരന്റെ തോളത്ത് കൈയിടാ, ഗൾഫിൽ നിന്ന് വന്നവന്റെ പോക്കറ്റ് വലിച്ചു കീറി കള്ളു കുടിക്കാം, കാമുകന്റെ കൂടെ യാത്ര പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാ. നിങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ എന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. ഇതിലെ പോയാൽ
കിട്ടുന്ന അനുഭവം ഇതാണ്, ഇതിലേ പോയാൽ കിട്ടുന്ന അനുഭവം ഇതാണ്. അത് അല്ലാഹു തന്നെ വിശദീകരിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരം സുഖത്തെ തേടുമ്പോ, ശരീരം ആർത്തിയെ തേടുമ്പോ, ശരീരം അടിച്ചു പൊളിക്കാൻ കൊതിക്കുമ്പോ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുക എന്നതാണ് സ്വർഗീയ സുഖം നിന്നെ തേടിയെത്തുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ശരീരത്തെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് കഴിയും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നോമ്പ് പിടിക്കലാണ്. റമദാനിൽ തന്നെ പിടിക്കണം അങ്ങനെയല്ല, റമദാൻ കഴിഞ്ഞാൽ പിടിക്കാം. വെറുതെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കാം, വെറുതെ പിടിക്കാം ഒരു നോമ്പ്, സുന്നത്ത് നോമ്പ്. ശരീരത്തെ നിയന്ത്രിക്കാൻ ആഹാരത്തിനെ പറ്റും, ആഹാരം നിയന്ത്രിക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് എന്താ നിങ്ങൾ ആലോചിച്ചു? വാരി വലിച്ചടിക്കല്ലേ, രാത്രി പകൽ അങ്ങനൊന്നും ഇല്ലപ്പോ. 3 നേരമാണ് പണ്ടത്തെ ആഹാരം, ഇപ്പൊ എത്ര നേരമാണ്? പള്ളിയിലെ ഉസ്താദന്മാർക്ക് 3 നേരമാണ്. കിള്ളിയിലെ ആഹാരം വീട്ടിൽ നിന്നല്ലേ 3 നേരമാണ്. എന്ത് രസമുള്ള ആഹാരമാണ് ഉസ്താദന്മാർക്ക് കിട്ടുന്നത്. ഇവിടെ എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കൊള്ളാം, ഗ്ലാമറൊക്കെ ഉണ്ട്, സാധി അടിപൊളിയാ, വീട്ടിൽ നിന്ന് തന്നെ. എത്ര രുചികരമായ ഭക്ഷണമാണല്ലോ താത്തമാർ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്ന എനിക്കറിയില്ല. ഞാൻ ആ വേങ്ങോട് പാലോടൊക്കെ ജോലി ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാ എത്ര അടുക്ക് പാത്രമാണ്. അട്ടിപ്പാത്രം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ. അല്ലോ അത് കൊണ്ടുവന്ന് അങ്ങോട്ട് മഹദി സാഹിബ് അങ്ങോട്ട് തുറന്നു വെക്കും. അല്ലാ മണം, എന്ത് രസമാ കഴിക്കാൻ, എത്ര രുചിയാണ്. കാരണം എന്തെന്നറിയോ, അത് ഉണ്ടാക്കുമ്പോൾ മുഴുവനും മനസ്സിൽ ഉസ്താദാണ്, ഉസ്താദിന് ചോറ്, ഉസ്താദിന് ചോറ്. നിങ്ങൾ അങ്ങനെ ഭർത്താവിനൊരു കറി ഉണ്ടാക്കിയേ, ഉണ്ടാക്കി നോക്കിയേ, എൻ്റെ ഇക്കാക്ക്, എൻ്റെ ഇക്കാക്ക്, എൻ്റെ ഇക്കാക്ക് മാറിയെന്ന് പറയണം. അല്ലെങ്കിൽ മറ്റേ ഞെട്ടിക്കൽ ബിരിയാണി പോലെ കഫം തുപ്പലൊക്കെ അതിനകത്ത് നിന്ന് വീഴും. ഒരാളെ കഫം തൊണ്ടൊക്കെ ഒരുങ്ങിയിട്ട് ഞെട്ടി, അതാണ് ഞെട്ടിക്കൽ ബിരിയാണി. അപ്പൊ ഇതെന്റെ കാക്ക്, ഇതെന്റെ ഉപ്പാക്ക്, അങ്ങനെ സ്നേഹത്തോടെ ഉണ്ടാക്കി. ഇതങ്ങനെയല്ല, വന്നിട്ടുണ്ട് കാലം കത്തണമില്ലല്ലോ, ഇത് കത്തണമില്ലല്ലോ എന്ന് പറഞ്ഞ് ഗ്യാസിന്റെ മറ്റൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആര് തിന്നാൻ? അയാൾ വന്ന് കുറെ തിന്നിട്ട് രുചിയില്ല, മാറ്റി വെച്ചിട്ട് പോകും. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ സ്നേഹത്തിൽ ഉണ്ടാക്കി കൊടുത്താൽ ഭർത്താവ് സ്നേഹത്തോടെ കഴിക്കുന്നു, എന്തോ ഒരു രസമായിരിക്കും. അപ്പൊ അങ്ങനെ രുചികരമായ വിഭവസമൃദ്ധമായ ഭക്ഷണം പള്ളികളിൽ, നാടുകളിൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? എത്ര ആഹാരമാണ് രാത്രിയും പകലും കടകൾ ഇഷ്ടമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്നത്. മൊബൈൽ എടുത്ത് ഓർഡർ ചെയ്താൽ അപ്പോൾ വരിക വീട്ടിൽ, 10 മിനിറ്റിനകത്ത് വീട്ടിൽ സാധനം വരും. 550 രൂപ വിലയാണെങ്കിൽ 600 രൂപ കൊടുക്കും, 50 രൂപ കൊണ്ടുവരുന്ന ആളിനെ ടിപ്പ്. എന്നിട്ട് അങ്ങനെ കഴിക്കന്നെ. അത് വൃത്തിയുണ്ടോ, എവിടെ നിന്ന് ഒന്നും നോക്കൂല, പാക്കറ്റിൽ നല്ല ഭദ്രമാക്കിയ സാധനം വരുന്നു, നമ്മളിങ്ങനെ കഴിക്കുന്നു. എല്ലാ രുചികരമായ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നു. നമുക്കതിനൊരു കുറവും അല്ലാഹു തന്നിട്ടില്ല. നമ്മുടെ മക്കളായ നേരം വെളുക്കുമ്പോൾ ബർഗർ, പെപ്സി, മക്കൾക്ക് അതൊക്കെയാണ് ആവശ്യം. എത്ര നിങ്ങൾ RCCയിൽ പോയി നോക്ക് സഹോദരങ്ങളെ, എത്ര കുഞ്ഞുങ്ങളാണെന്നറിയോ. കുഞ്ഞുങ്ങളുടെ വാർഡിൽ കയറിയിട്ട് കരയാതെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയാൽ കേരളത്തിൽ ഏറ്റവും വലിയ നോബൽ സമ്മാനം നിങ്ങൾക്ക് തരേണ്ടി വരും. ഏറ്റവും വലിയ ശക്തനുള്ള അവാർഡ് നിങ്ങൾക്ക് തരേണ്ടി വരും.